കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒന്നിച്ച് തിരുവചന പഠനത്തിനായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കോട്ടയത്തുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ വളരെ സമൃദ്ധിയായ വചനം ലഭിച്ച ഒരു ആഴ്ചയാണ് കടന്നു പോയത് എന്നെനിക്കറിയാം. എങ്കിലും ഇത്രയും പ്രിയപ്പെട്ടവർക്ക് വീണ്ടും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ ദൈവം അനുവദിക്കുന്നുവല്ലോ. നമ്മുടെ ക്ലാസ്സുകളുടെ മൂന്നാമത്തെ ദിനത്തിലേക്കാണ്, മൂന്നാമത്തെ ആഴ്ചയിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്നാണ് നാം ചിന്തിച്ചു വരുന്നത്. അതുതന്നെയാണല്ലോ നമ്മുടെ വിഷയവും. ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുക. പറയുമ്പോൾ വളരെ എളുപ്പമാണെങ്കിലും വളരെ പ്രയാസമുള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ നാം ഏത് നിലയിലായിരിക്കുന്നുവെന്ന് നമ്മെ പരിശോധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ആ നിലയിലാണ് ദൈവവചനത്തിന് മുമ്പാകെ നാം ആയിരിക്കുന്നത്. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു, നമ്മുടെ അവസ്ഥകളെ അറിയുന്നു, നമ്മുടെ പെരുമാറ്റങ്ങളെ അറിയുന്നു, നമ്മുടെ മനോഭാവങ്ങളെ അറിയുന്നു, നമ്മുടെ ഇടപാടുകളെ അറിയുന്നു. സകലവും അറിയുന്നവനായ ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്കൊന്നും മറച്ചു വയ്ക്കുവാനായിട്ടില്ല. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ഇടപെടേണ്ടതിന് ആ ഒരുക്കത്തോടും കൂടെ നമുക്കൊന്നിച്ച് ആയിരിക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചത് ദൈവപ്രസാദകരമായ ജീവിതം, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് എന്തെല്ലാമാണ് ആവശ്യം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നതായിരുന്നു. ഒന്നാമതായി നാം ചിന്തിച്ചു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല എന്നത്. അത് നാം ചിന്തിച്ചവസാനിപ്പിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഏറ്റവും ഒടുവിൽ നാം അവസാനിപ്പിച്ചത് രണ്ടാമത്തെ മാർഗം എന്നതായിരുന്നു. ആ വാക്യം നമുക്കൊന്നുകൂടെ ഒന്ന് വായിച്ചു കേൾക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം നമുക്കൊന്ന് വേഗത്തിൽ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. അവിടെ കർത്താവിൻ്റെ വാക്കുകളാണ് ഇവിടെ. ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിച്ചിരിക്കുന്നുവെന്നും അറിയും. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. 29-ാം വാക്യം. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് പറയുന്നത്, കർത്താവിൻ്റെ വാചകം ഇങ്ങനെയാണ്: ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൻ്റെ രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ദൈവത്തിന് പ്രസാദകരമാകുന്ന കാര്യങ്ങൾ ചെയ്യുക, ദൈവേഷ്ടം ചെയ്യുക എന്നതാണ്. എഫേസ് ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം നമുക്കൊക്കെ പരിചിതമാണല്ലോ. അവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കുന്നത് ബുദ്ധിഹീനരാകാതെ ദൈവഹിതം, ദൈവേഷ്ടം ഇന്നതെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്യുന്നവരിലാണ് ദൈവം പ്രസാദിക്കുന്നതെന്ന് കണ്ടു. അപ്പോൾ ദൈവേഷ്ടം ചെയ്യണമെങ്കിൽ ദൈവേഷ്ടം അറിയുന്നവരായിട്ട് നാം തീരേണ്ടത് ആവശ്യമാണ്. ഒരാൾ പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ദൈവദാസന്മാർക്കും വിശ്വാസികൾക്കും ഒക്കെ ഇങ്ങനെ പറയാനുണ്ട്. കർത്താവെ, ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്നിന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവം തിരിച്ച് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമെന്ന് പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ നിന്നോട് പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ പ്രസാദിക്കുന്ന, ഞാൻ നിന്നിൽ നിന്നും ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തുവോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നമ്മെ തന്നെ ഒരു ആത്മപരിശോധന ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പല വിഷയങ്ങളുടെ മുഖത്തും ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ അറിയിക്കുന്നവരാണ്. ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഞാനിങ്ങനെ ചോദിക്കുക, എന്തെങ്കിലും ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പ്രായം എത്ര കൂടിയാലും ആഗ്രഹങ്ങളുണ്ട്. പ്രായം കുറവുള്ളവരെ സംബന്ധിച്ചും ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ആഗ്രഹങ്ങളില്ലാത്ത, വാഞ്ചകളില്ലാത്ത മനുഷ്യരാരുമില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ സംഭവിക്കണം, ഇങ്ങനെയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ. അങ്ങനെ ആഗ്രഹിക്കുന്നതും തെറ്റോ പാപമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും ദൈവേഷ്ടം അനുസരിച്ചുള്ള ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ദൈവവചന പ്രകാരം ഉള്ള ആഗ്രഹങ്ങളൊന്നും തെറ്റായിട്ടുള്ളതുമല്ലല്ലോ. എന്നാൽ തിരിച്ച് ദൈവത്തോട് എന്തെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിൽ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇതാണ്, എന്നാൽ അങ്ങയുടെ ആഗ്രഹം എന്താണ്? ഇത് തിരിച്ചറിയുവാൻ എന്നെ അങ്ങ് സഹായിക്കണമേ. നമുക്ക് വീടുകളിൽ ആയിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ സ്ഥലസഭയുടെ ശുശ്രൂഷകളിലായിരിക്കുമ്പോഴോ, മറ്റ് പല ശുശ്രൂഷകൾ ദൈവം നമ്മെ ഏൽപ്പിക്കുമ്പോഴൊക്കെ ദൈവമേ, എന്നെക്കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണോ എന്നൊരു ആത്മപരിശോധന ദൈവത്തോടൊന്ന്
ആ നിലയിൽ ചോദിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാകുന്നത്. 103-ാം സങ്കീർത്തനം അതിൻ്റെ 21-ാമത്തെ വാക്യം ഞാനൊന്ന് വേഗത്തിൽ വായിക്കാം. നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു സങ്കീർത്തനമാണല്ലോ. ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ ഉള്ള ആഹ്വാനം നൽകുന്നൊരു സങ്കീർത്തനം. അവിടെ ദൈവത്തെ ആരാധിക്കുന്നത് ആരായിരിക്കണമെന്ന് 103-ാം സങ്കീർത്തനം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അപ്പോൾ ആരാ ദൈവത്തെ വാഴ്ത്തേണ്ടതെന്ന് ഇവിടെ പറയുകയാണ്. എല്ലാവരും ദൈവത്തെ വാഴ്ത്തണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. എന്നാൽ ഇവിടെ ഒരു കാര്യം ചേർത്ത് പറഞ്ഞിരിക്കുക: ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുന്നവരെല്ലാവരും ആരാധിക്കണമെന്നല്ല, ദൈവവചനം അറിയുന്നവരെല്ലാവരും ആരാധിക്കുവാൻ, വാഴ്ത്തുവാനല്ല. മറിച്ച് ഇവിടെ ഒരു വാചകം ചേർത്ത് പറഞ്ഞിട്ടുണ്ട്: ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ ദൈവത്തെ വാഴ്ത്തുവിൻ. അപ്പോൾ ചെയ്യുന്നവരിലാണ് ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ സന്തോഷമായിരിക്കുന്നത്. എന്നാൽ ഇന്ന് ചെയ്യുന്നവരെക്കാളും അധികം അറിയുന്നവരാണ് കൂടുതൽ. ഇപ്പോൾ ഒരു വചന ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ, ബ്രദറുകാരുടെ ഇടയിൽ പ്രത്യേകിച്ച് അങ്ങനെ ആളുകൾക്കൊന്നും കുറവൊന്നുമില്ല. എത്ര ക്ലാസ് വേണമെങ്കിലും എടുക്കാനുണ്ട്, എത്ര പ്രസംഗം വേണമെങ്കിലും പ്രസംഗിക്കും. എന്നാൽ ആവശ്യം എന്താണെന്നറിയാമോ? ഈ പറയുന്ന, പ്രസംഗിക്കുന്ന, ഉപദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. നമ്മുടെ കർത്താവ് കാണിച്ച മാതൃകയും അതുതന്നെയാണല്ലോ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം എന്താ വായിക്കുന്നത്? യേശുക്രിസ്തു ചെയ്തും ഉപദേശിച്ചും പോന്ന കാര്യങ്ങൾ. അപ്പോൾ കർത്താവിനെക്കുറിച്ച് എഴുതുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: യേശുക്രിസ്തു ചെയ്തും ഉപദേശിച്ചും പോന്ന കാര്യം. അപ്പോൾ കർത്താവ് ചെയ്യുന്ന കർത്താവായിരുന്നു. നമുക്ക് നല്ലൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താൻ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്തുവെന്ന് തിരുവചനം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു വേഗത്തിലൊരു ഉപമയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുപോയി അതിനൊരു ഉദാഹരണമായി പറഞ്ഞ് ഞാൻ മുമ്പോട്ട് വരാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28-ാം വാക്യം. സമയക്കുറവുകൊണ്ട് വായിക്കേണ്ട ആവശ്യമില്ല, അറിയാവുന്ന ഒരു ഉപമയാണ്. മത്തായി 21-ന്റെ 28 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഒരു അപ്പൻ വന്ന് മകനോട് പറയും, മകനെ, നീ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുകയാണ്. അവൻ്റെ മറുപടി എന്താണ്? ഞാൻ പോകത്തില്ലെന്നാണ് മറുപടി പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ വായിക്കുന്നു: അവൻ അനുതപിച്ച് പിന്നത്തെ അവൻ പോയി എന്നാണ്. അടുത്ത മകനോട് ചെന്ന് പറഞ്ഞു, മോനെ, നീ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ എന്താ ചെയ്തത്? അവൻ മറുപടി പറഞ്ഞു, പോകാം അപ്പ എന്ന് പറഞ്ഞു. പക്ഷേ അവൻ പോയില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഇവരിൽ ആരാണ് പിതാവിന് ഇഷ്ടം ചെയ്തത്? അപ്പൻ്റെ ഇഷ്ടം ചെയ്തത് ആരാണ്? അനുസരിച്ചവരാണ്. പോകാമെന്നൊരാൾ അവിടെ പറഞ്ഞു, പക്ഷെ പോയില്ല. എന്നാൽ മറുവശത്ത് പോവില്ലെന്ന് പറഞ്ഞു, പക്ഷെ പിന്നത്തേതിന് അനുദപിച്ച് പോയി. ചെയ്തവനിലാണ് അപ്പൻ പ്രസാദിച്ചതെന്ന് അവിടെ പറഞ്ഞിരിക്കുക. ഇത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ചെയ്തവരിൽ ദൈവം പ്രസാദിക്കുന്നത്. അല്ലാതെ ജനുവരി മാസം 1-ാം തീയതി എഴുന്നേറ്റ് നിന്ന്, അല്ലെങ്കിൽ ആണ്ടർദ യോഗത്തിന് എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുകയാണ്, ഈ വർഷം ഞാൻ ഇതൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് പറഞ്ഞിട്ട് പോകാൻ ആരെക്കൊണ്ടും സാധിക്കും. പക്ഷെ പറഞ്ഞ കാര്യം ചെയ്യുവാനായിട്ട് കഴിയുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. സാക്ഷ്യവാചകമായിട്ട്, തീരുമാനങ്ങളായിട്ട് പലതും പറയുവാനൊക്കെ പലർക്കും കഴിഞ്ഞു എന്ന് വന്നേക്കാം. എന്നാൽ അത് ചെയ്യുവാനുള്ള ഒരു ഒരുക്കം, അതിനായിട്ടൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടോ? സ്ഥിരമായിട്ട് ആളുകൾ പറയുന്നൊരു കാര്യമാണ്, ജനുവരി 1-ന് എടുക്കുന്ന ഒരു തീരുമാനം എന്താണെന്നറിയാമോ? ബൈബിൾ വായിക്കുവാൻ ഒരു തീരുമാനം. ബൈബിൾ വായിക്കുവാൻ വർഷത്തിൽ, ഈ വർഷം, കഴിഞ്ഞ വർഷം എനിക്ക് നടന്നില്ല, ഈ വർഷം ഞാൻ എടുക്കുന്നു. എത്ര വർഷമായിട്ട് ഈ തീരുമാനങ്ങൾ? ഒരു തവണ പോലും വിശുദ്ധ ബൈബിൾ ഒരു പ്രാവശ്യം പോലും വായിച്ച് തീർക്കാതെ 10, 30, 40 വർഷമായി ക്രിസ്തീയ ജീവിതം നയിക്കുന്ന എത്ര വിശ്വാസികളുണ്ട്. നമ്മുടെ ഉള്ളിൽ എന്താ പറയുക, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ. ദൈവം നമുക്ക് ഈ ഭൂവിൽ നൽകുന്ന സമയങ്ങളിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ ഒന്ന് വായിച്ച് പൂർത്തീകരിക്കുവാൻ കഴിയണം. കുറഞ്ഞ വട്ടം ഇല്ലേ പിന്നെ നാം ബൈബിളും ചുമന്ന് യോഗങ്ങൾക്ക് പോവുകയും ആളുകളുടെയൊക്കെ മുമ്പിൽ ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ വചനം പ്രമാണിക്കുന്നവരാണ്, വചനം അറിയുന്നവരാണെന്നൊക്കെ പറഞ്ഞു നടന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? ശരിയാണ്, പുറമേ ഉള്ള ആളുകളൊക്കെ ചിന്തിക്കുന്നത് എന്താണ്? മറ്റ് വിഭാഗക്കാരായിരിക്കുന്ന ആളുകളൊക്കെ, ക്രിസ്തീയ മറ്റു വിഭാഗക്കാരായിരിക്കുന്നവരൊക്കെ ബ്രദറുകാരെ നോക്കിയിട്ട് പറയും നന്നായിട്ട് വചനം അറിയുന്നവരാണെന്നാ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു പുറംമോടിയായിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എത്ര പേർക്ക് വചനം അറിയാം? എത്ര പേർക്ക് ഉപദേശ സത്യങ്ങൾ അറിയാം?
ശരിക്കും ഒരാൾ വന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുവാൻ നമ്മുടെ സനസഭയിലെ വിശ്വാസികൾക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ സനസഭകളിലെ യുവാക്കൾ, യുവതികൾ, കുഞ്ഞുങ്ങളായിരിക്കുന്നവരൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ വചനത്തിൽ നിന്ന് മറുപടി പറയുവാൻ കഴിയുന്ന എത്ര പേരുണ്ട്? വേണ്ട. മറ്റ് ആളുകളൊക്കെ ചെയ്യുന്നത്, ഞാൻ പറയുന്നത് പെന്തക്കോസ് സഭാ വിഭാഗക്കാരൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും വചനവിരുദ്ധമാണെന്ന് പറയാനല്ല ബ്രദറുകാർക്കും അറിയാം. എന്തുകൊണ്ടാണത് വചനവിരുദ്ധമായിരിക്കുന്നതെന്ന് അറിയുന്ന എത്ര പേരുണ്ട്? ഉദാഹരണം പറഞ്ഞാൽ അന്യഭാഷാ വരം, അന്യഭാഷകൾ ഇന്നില്ല എന്ന് പറയുവാൻ ബ്രദറുകാർക്കൊക്കെ അറിയാം. അപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുക എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വചനത്തിൽ നിന്ന് പറയുവാൻ കഴിയുന്നുണ്ടോ? അത് സാധിക്കുകയില്ല. പക്ഷെ നമ്മളൊക്കെ മിടുക്കല്ല. എന്തിനാണ് മിടുക്ക്? നമ്മളൊക്കെ പറയും ബ്രദറുകാർ ഞങ്ങളിതൊന്നും അംഗീകരിക്കുന്നവരല്ല. എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ നമുക്കെല്ലാം അറിയാമെന്നൊരു ചിന്താഗതിയിലാണ് പൊതുവെ ഇന്ന് ബ്രദറൻ സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, വിശ്വാസികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ശരിയാണ്. അറിയാവുന്ന ദേവദാസന്മാരും പ്രിയ സഹോദരി സഹോദരന്മാരും ഒക്കെ ഉണ്ട്, പഠിക്കാൻ വാഞ്ചുള്ളവരും ഉണ്ട്, പഠിക്കുന്നവരും ഉണ്ട്. എന്നാൽ വലിയൊരു വിഭാഗം ഇന്നും ഈ ഞായറാഴ്ച പോയി യോഗം കഴിഞ്ഞ് മടങ്ങി പോരണം എന്നൊരു ചിന്താഗതിയില്ല. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഒരു സനസഭയിലായിരുന്നപ്പോൾ അവിടെ ലീഡ് ചെയ്യുന്ന ദേവദാസൻ ഇങ്ങനെ അനൗൺസ് ചെയ്തു. വചന ശുശ്രൂഷയ്ക്ക് മുമ്പ്, പ്രസംഗത്തിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമാണ്, കഴിഞ്ഞ ആഴ്ച യോഗത്തിന് വന്ന 2-3 പേര് അവരുടെ ബൈബിള് മറന്നു വെച്ചിട്ട് പോയിട്ടുണ്ട്. അത് പുറകെ വെച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ യോഗം കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോകണമെന്ന്. ഞാനിത് വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ കേട്ടത്. എനിക്ക് വളരെ സഹതാപം. യോഗത്തിന് വന്നിട്ട് ബൈബിൾ അവിടെ തന്നെ വെച്ചേച്ച് പോവാം. അങ്ങനൊരു സംവിധാനം കൂടെ തുടങ്ങേണ്ട ഒരു കുറവുകൂടെ ഉള്ളൂ. എന്താണ്? ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ എല്ലാവർക്കും ഓരോ ബൈബിളൂടെ അവർ വെച്ചിരിക്കുക. അപ്പോൾ കൈയും വീശി വരിക, അന്ന് ബൈബിൾ എടുത്ത് വായിക്കുക, യോഗം കഴിയുമ്പോൾ അവിടെ തന്നെ വെച്ച് പോകുക. അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ഒരു കുറവ് കൂടെ ഉള്ളൂ നമ്മുടെ സഭകളിലൊക്കെ. ഞാൻ പറഞ്ഞു വരുന്ന ആശയം, ദൈവവചനം അറിയുന്നവരായി അത് പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും ഇവിടെ ഈ ഉപമയിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്യുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതാ നാം ഈ വർഷത്തിൻ്റെ ഒടുവിലെ നാളുകളിലേക്ക് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വർഷത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോഴും തീരുമാനങ്ങളൊക്കെ പലതും എടുക്കാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുക. ചിലരൊക്കെ പറയുക ഏതായാലും ഇത്രയും ഇങ്ങനെയായി, ഇനി 10-15 ദിവസം കൂടെ ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ പോകട്ടെ, ഒരു 15 ദിവസത്തോടെ ജനുവരി 1-ാം തീയതി ആയിട്ട് ഞങ്ങൾ തീരുമാനം എടുത്തോളാം, അല്ലെങ്കിൽ വചനവായന അന്ന് തുടങ്ങാം എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയരെ, തീരുമാനം എടുക്കാനൊക്കെ പലർക്കും സാധിച്ചു എന്ന് വന്നേക്കാം. പക്ഷെ അത് നിവൃത്തീകരിക്കാൻ ദൈവകൃപ ആവശ്യമാണ്. അതിനുവേണ്ടി ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായിട്ടും ആവശ്യമായിരിക്കണം. ഞാനൊരു കേട്ടൊരു സംഭവകഥ ഇങ്ങനെ ഉണ്ട്. പണ്ടൊരിക്കൽ ഒരാളിങ്ങനെ സഭയിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ ഗൾഫിൽ നിന്ന് വന്നതാണ് ലീവിന്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു, ഞാൻ അടുത്ത ലീവിന് വരുന്നതിന് മുമ്പ് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു. 1 വർഷം കഴിഞ്ഞു. അടുത്ത ലീവിന് വന്നപ്പോൾ വീണ്ടും ഇദ്ദേഹം എഴുന്നേറ്റ് നിന്ന് അതേ കാര്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുക. എന്നിട്ട് പറഞ്ഞു, ഈ പറഞ്ഞതല്ലാതെ ഞാനൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ പറഞ്ഞതല്ലാതെ. അപ്പോൾ അവിടെ നിന്ന് വേറെ സഹോദരൻ പറഞ്ഞു, ശരിയായി പറഞ്ഞത്, ഇദ്ദേഹം ഈ പറഞ്ഞതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. സഭയുടെ വിഷയത്തോടും പിണക്കത്തോടുമുള്ള ബന്ധത്തിലൊക്കെയുള്ള ചില കാര്യങ്ങളായിരുന്നെങ്കിൽ പോലും ഞാൻ പറഞ്ഞു വന്ന ആശയം, നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ നാം എന്താണോ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമുക്ക് ബോധ്യമാക്കി നൽകിയിരിക്കുന്ന കാര്യങ്ങളുണ്ട്, അത് ചെയ്യാനുള്ള ഒരു പരിശ്രമം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് അനേക പ്രിയപ്പെട്ടവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് പുതുമയൊന്നുമില്ല. പ്രസംഗത്തിനൊക്കെ പുതുമ വേണമെന്ന്. എന്ന് വെച്ചാൽ പുതിയ ആശയങ്ങൾ കിട്ടണമെന്ന്. നല്ല കാര്യമാണ്. പുതിയ ആശയമെന്ന് പറയുന്നത് ഒന്നും പുതുതായിട്ട് ഒരു ആശയമില്ല, ദൈവവചനത്തിലുള്ളത് കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ പുതിയ ആലോചനകൾ നല്ല കാര്യം. എന്നാൽ ഞാൻ ഇങ്ങനെ ഒന്ന് ചോദിക്കട്ടെ, വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇത് ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ പുതിയ കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് എന്തിനാണ്? നാം ഇപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമുക്കുണ്ട്. ദൈവം നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടട്ടെ. ദൈവം നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ, കുടുംബത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന സ്ഥാനങ്ങളോടുള്ള ബന്ധത്തിൽ, സനസഭയിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളോട് ബന്ധത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഇവിടെ ആരെയും സഭയിലെ നാം ചെയ്യേണ്ടുന്ന ശുശ്രൂഷകളെക്കുറിച്ച് ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കുടുംബത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ, ഭർത്താവ് എന്ന നിലയിലോ, ഭാര്യ എന്ന നിലയിലോ, മക്കൾ എന്ന നിലയിലോ, മരുമക്കൾ എന്ന നിലയിലോ, വല്യപ്പന്മാരെന്ന നിലയിലോ, ഇതൊന്നും ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ പെരുമാറാൻ ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല.
ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ദൈവവചനത്തിൽ ഓൾറെഡി അത് വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട്. ഇത് ചെയ്യാനോ ഇത് ചിന്തിക്കാനോ ഒന്നും നമുക്കൊരു മനസ്സും ഇല്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഏത് മകനെ അപ്പനെ പ്രസാദിപ്പിച്ചത്, അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? അനുസരിച്ച മകനാണ്. പോവില്ലെന്ന് ആദ്യം പറഞ്ഞു, പക്ഷെ പിന്നീട് അനുദപിച്ച് പോയി എന്ന് നാം വായിക്കണം. ഇത് നമുക്ക് ചിന്തിക്കാം, എങ്ങനെയാണ് ഈ അനുസരിക്കുവാൻ നമുക്ക് കഴിയുന്നത്? മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, എങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് കഴിയും? ദൈവേഷ്ടം ചെയ്യുന്നവരാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. എങ്ങനെ ദൈവേഷ്ടം ചെയ്യുവാൻ നമ്മെ കൊണ്ട് കഴിയും, സാധിക്കും? നമുക്കൊന്ന് നോക്കാം. അതിനുള്ള മാർഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന് 34-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിന് 34-ാമത്തെ വാക്യം. അവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് ഇങ്ങനെയാണ്: യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. കർത്താവിൻ്റെ വാക്കുകളാണ്. കർത്താവ് പറയും, എൻ്റെ ആഹാരം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. ദർ ഇസ് നത്തിങ് മോർ ദാൻ ദാറ്റ്, ദർ ഇസ് നത്തിങ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ടു മീ. എനിക്ക് അതിനേക്കാളും അധികമായിട്ടൊന്നുമില്ല. എൻ്റെ ആഹാരം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അതെൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ്. അപ്പോൾ ആർക്കാ ചെയ്യാൻ കഴിയുന്നത്, ഇഷ്ടം ചെയ്യാൻ കഴിയുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിന് പ്രഥമ സ്ഥാനം നൽകുന്ന ആൾക്കാർ. കർത്താവ് പറയുന്ന മറ്റൊരു ആശയം ഇതാണ്: എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ വിശന്നിരിക്കുക, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്കിപ്പോൾ ആഹാരം കഴിക്കണമെന്നുള്ളതല്ല. എൻ്റെ ആഹാരം എന്ന് പറയുന്നത് എൻ്റെ അപ്പൻ്റെ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ്. പ്രിയരെ, ആർക്കാ ദൈവേഷ്ടം ചെയ്യുവാൻ കഴിയുന്നത്? ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുവാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. 73-ാം സങ്കീർത്തനം അതിൻ്റെ 25-ാമത്തെ വാക്യം നമുക്കൊക്കെ പരിചിതമായിരിക്കുന്ന വാക്യമാണ്. സങ്കീർത്തനം 73-25 അവിടെ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്: സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. സങ്കീർത്തനക്കാരൻ്റെ ഒരു ഹൃദയത്തിൻ്റെ അവസ്ഥ പറയുക: സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? സ്വർഗത്തിൽ എനിക്ക് ദൈവമാണ്. ഭൂമിയിലും എനിക്ക് ദൈവമല്ലാതെ മറ്റൊന്നുമില്ല, മറ്റൊന്നിനെക്കുറിച്ചും ഞാൻ ആഗ്രഹിക്കുന്നതുമില്ല. സോ മൈ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് മൈ ഗോഡ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രഥമ സ്ഥാനം എന്ന് പറയുന്നത് ദൈവമാണ്, മറ്റൊന്നുമല്ല. ഇങ്ങനെ പറയാൻ നമുക്ക് കഴിയുമോ? ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയങ്ങളോട് ചോദിച്ചാൽ നമുക്കങ്ങനെ പറയാൻ കഴിയുമോ? എൻ്റെ ഏറ്റവും പ്രഥമ സ്ഥാനം, ഏറ്റവും പ്രധാന കാര്യം, എനിക്ക് ഇന്നൊരു യോഗമുണ്ട്, എനിക്കിന്ന് യോഗത്തിന് പോകണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകണം. അനേക വിശ്വാസികളുണ്ട് ഞായറാഴ്ച ദിവസം യോഗത്തിന് വരാതെ അവർ മറ്റ് അയൽപക്കത്തെ ആരുടെയെങ്കിലും വിവാഹത്തിന് പോകുന്നത്, അല്ലെങ്കിൽ യോഗത്തിൻ്റെ നടുക്ക് വെച്ച്, എന്ന് വെച്ചാൽ സ്വഭായോഗത്തിൻ്റെ പകുതി വെച്ച് ഇറങ്ങി ആരുടെയെങ്കിലും കല്യാണത്തിന് പോകുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്ന ആശയം എന്താ പ്രാധാന്യം? ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതിനേക്കാളും പ്രാധാന്യം എന്തിനാണെന്നറിയാമോ? അയൽപക്കത്തുള്ള ആളുടെ കല്യാണത്തിന് പോകുന്നതാണ്. ആഹാരം കഴിക്കാനായിട്ട് പോകുന്നു, എന്നാൽ പ്രാർത്ഥിച്ച് ആശീർവാദം കഴിഞ്ഞിട്ട് പോകണമെന്നൊരു ചിന്ത പോലും ഇല്ല. പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോകും. പ്രാർത്ഥന മെസ്സേജ് തീരുന്ന ഉടനെ ബൈബിൾ അടച്ച് പോകുക. ചില ആളുകളുണ്ട് യോഗം കഴിയാൻ നോക്കിയിരിക്കുക, ധൃതി പിടിച്ച യോഗം കഴിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഓടി ചെന്ന് വീട്ടിൽ പോയിരുന്ന് കയ്യിലേക്ക് കൊടുത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കും. എന്നാൽ 5 മിനിറ്റ് നിന്ന് സഹോദരന്മാരോടൊക്കെ ഒന്ന് വിശേഷമൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ഇല്ല. അപ്പോൾ എന്താ പ്രാധാന്യം എന്തിനാണ് കൊടുക്കുന്നത്? ദൈവത്തിനോ സ്വഭാവകാര്യങ്ങൾക്കോ ഒന്നുമല്ല. പല വിശ്വാസികൾക്കും അങ്ങനെ തന്നെയാണ്. എന്താണെന്നറിയാമോ? കർത്താവിനോ സഭായോഗങ്ങൾക്കോ ഒന്നും ഒരു പ്രാധാന്യവും നൽകുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താ? അത് സൂചിപ്പിക്കുന്നത് എന്താ? ദൈവത്തിനല്ല ഒന്നാം സ്ഥാനം നൽകിയിരിക്കുന്നത്. 42-ാം സങ്കീർത്തനം നമുക്കറിയാമല്ലോ, അതിൻ്റെ 1-ാമത്തെ വാക്യം: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുക. എന്ന് വെച്ചാൽ എൻ്റെ വാഞ്ച, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ, ദൈവത്തെ കാണുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. മാൻ നീർത്തോടുകളിലേക്ക് കുതിച്ചു പോകുന്നത് പോലെയുള്ളൊരാഗ്രഹം. നമ്മുടെയൊക്കെ സഭായോഗത്തിന് വരുന്ന ആളുകളുടെ കുതിപ്പ് കണ്ടാൽ അറിയാം യോഗത്തിന് പോകാനുള്ള താല്പര്യം. ചില ആളുകളുണ്ട് വളരെ വേഗത്തിൽ സഭായോഗത്തിന് വരുന്നത്, പക്ഷേ 10 മണിക്കത്തെ യോഗത്തിന് 10:10 ഈ കുതിപ്പുണ്ടാകുന്നതേ ഉള്ളൂ. എന്ത് കാര്യം കൊണ്ട് സഭായോഗം ഇന്ന് വേണ്ട എന്ന് വെക്കുവാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക.
ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറയാം, ഞങ്ങളുടെ സഭയിലെ യോഗത്തിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്. വൈകുന്നേരം ആകുമ്പോൾ സഭയിലെ സഹോദരന്മാർ ഇങ്ങനെ മുറ്റത്തിറങ്ങും, ആകാശത്തോട് നോക്കും. ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടോ, കാർമേഘം കാണുന്നുണ്ടോ. ഉടനെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വരും, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ മഴയുടെ മുന്നറിയിപ്പുള്ളതുകൊണ്ട് ഇന്ന് യോഗം കാണുകയില്ല. അപ്പോൾ യോഗം ക്യാൻസൽ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും ഇതിനപ്പുറം ഉള്ളതുണ്ട്, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന ആശയം, പ്രിയരെ, ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുന്നുണ്ടെങ്കിൽ മറ്റു പലതും മാറ്റി വെച്ചിട്ട് ദൈവത്തിന് കൊടുക്കുവാൻ നമ്മെ കൊണ്ട് കഴിയണം. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, പറഞ്ഞു മാത്രം ഒന്ന് പോവുകയാണ്. അവിടെ ദൈവം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിന്റെ യജമാനനാകുന്നുവെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഒരു ബഹുമാനം ഇല്ലാത്ത നിലയിലാണ് നമ്മുടെ സഭായോഗങ്ങളുടെ ഒക്കെ പോക്ക്. ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. 16-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. 16-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വേഗത്തിൽ വായിച്ചു കേൾക്കാം. 16-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം. അവിടെ നമ്മിങ്ങനെ വായിക്കുന്നു, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഇതൊക്കെ നമുക്ക് നന്നായി അറിയാവുന്ന, നാം പാടുക വരെ ചെയ്യുന്ന ഒരു വാക്യമാണ്. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്താ അതിൻ്റെ അർത്ഥം? 2 നിലയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന നന്മകളെല്ലാം ദൈവം എനിക്ക് നൽകിയതാ. ഈ ഒരു ബോധ്യം എത്ര ആവശ്യമാണ്. നമുക്ക് വീടുണ്ട്, വാഹനമുണ്ട്, കുടുംബം ദൈവം നൽകിയിട്ടുണ്ട്, നമുക്ക് ബന്ധുമിത്രാദികളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, സഭയുണ്ട്, വിശ്വാസികളുണ്ട്, പ്രാർത്ഥിക്കുവാൻ പ്രിയപ്പെട്ടവരുണ്ട്. എന്തെല്ലാം നന്മകളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ പറയുക, ഈ നന്മയൊക്കെ ആരാ എനിക്ക് നൽകിയിരിക്കുന്നത്? ഇതെല്ലാം എനിക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഈ ഒരു ബോധ്യം നമുക്ക് വളരെ ആവശ്യമാണ്. പല പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേടി എന്നുള്ള ചിന്തയിലിരിക്കുന്നത്. കർത്താവ് തന്നെ ഒരു ഉപമയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മൂഢനായ ധനവാനെ കുറിച്ച്. അവൻ്റെ വാക്കെന്തായിരുന്നു? എൻ്റെ കളപ്പുര, എൻ്റെ സ്ഥലം, എൻ്റെ വിളവ്, എൻ്റെ കളപ്പുര, ഞാനിതൊക്കെ കൂട്ടിവെക്കും, ഞാൻ തിന്നും, ഞാൻ കുടിക്കും, ഞാൻ ആസ്വദിക്കും. അവൻ പറയുമ്പോൾ അതിൻ്റെ ആശയം എന്താണ്? ഇതെല്ലാം എൻ്റെയാ, ഇതെല്ലാം ഞാൻ നേടിയതാ, എൻ്റെ കഴിവുകൊണ്ടാണെന്നുള്ള ചിന്ത. അങ്ങനെയുള്ള അനേകരുമുണ്ട്. ഞാൻ എൻ്റെ മിടുക്ക് കൊണ്ട്, ഞാനില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല. കമ്പനി വിജയിച്ചത് ഞാൻ എൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ടാണ്. എൻ്റെ മകന് നല്ല മാർക്ക് മേടിയതിൻ്റെ കാരണം എന്താ പറയുക? ഞങ്ങൾ കുടുംബപരമായി വളരെ ബുദ്ധിയുള്ളവരായതുകൊണ്ടാണ് മക്കളൊക്കെ നല്ല മാർക്കിലും നല്ല ജോലിയിലുമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വസ്തുത, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതെല്ലാം ആര് നൽകിയതാ? ദൈവം നൽകിയിരിക്കുന്നത്. അതൊന്ന് ഒരാശയം. മറ്റൊരാശയം എന്ന് പറയുന്നത്, കർത്താവിനെ ഇവിടെ പറയുക, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു നന്മയും കർത്താവിനെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ട. ദൈവം ഇതൊക്കെ നൽകിയത്. എന്നാൽ ഇത് അനുഭവിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇതെല്ലാം അനുഭവിക്കുന്നത് എൻ്റെ കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വേണ്ട എന്നൊരു തീരുമാനം. നാം പല കാര്യങ്ങൾക്ക് പോകുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ കർത്താവിനെ പുറത്താക്കിയിട്ടാണോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം കർത്താവ് പറഞ്ഞെന്താണ്? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇത് ഡോക്ടർ OM ഷമുവേൽ സാറ്, ഞാൻ അവിടെ അദ്ദേഹത്തിന് കീഴിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം സ്ഥിരം ക്ലാസ്സിൽ പറയുന്ന ഒരു സംഭവമായിരുന്നു. ഈ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന കാര്യമാണ്. 3-ാം അധ്യായം 10-ാമത്തെ വാക്യം അദ്ദേഹം പഠിപ്പിക്കുന്ന കാലത്ത്, ചില വർഷങ്ങൾക്ക് മുമ്പ് ക്ലാസ്സിലെടുക്കുന്ന സമയത്ത് സാറിങ്ങനെ പഠിപ്പിച്ചു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നുവെന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് കർത്താവ് സഭയുടെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ കർത്താവ് ഇല്ലാതെയാണ് അകത്ത് ഇവർ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങനെ പറഞ്ഞു, സാറേ അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഇത് എത്രയോ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന. അപ്പോൾ സാറ് പറഞ്ഞു, അങ്ങനെ പറയാൻ കഴിയുന്നത്? കർത്താവ് പുറത്ത് നിൽക്കുകയാണ്, അതാണ് അതിൻ്റെ ആശയം എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങനെ, സാറേ അത് അങ്ങനെയല്ല, ശരിക്കും കർത്താവ് സഭയ്ക്കുള്ളിലാണ്, സഭാ ഹാൾ പൂട്ടിയിട്ടിട്ട് ഈ കർത്താവ് ഹോളിൻ്റെ വാതിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും. ഇതാരെങ്കിലും ഈ വാതിലൊന്ന് തുറന്നൊന്ന് ഞാൻ പുറത്ത് പൊക്കോളാം. കാരണം അകത്തിരിക്കെ തന്നെ കർത്താവിന് വിലമതിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയാണെന്ന് പറഞ്ഞു.
രസകരമായൊരു സംഭവം അങ്ങനെ പറഞ്ഞതാണെങ്കിൽ പോലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നതും. കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് കർത്താവിൻ്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും നൽകാതെയുള്ളൊരു പോക്ക് ഇന്ന് വിശ്വാസികളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുന്നവർക്ക് മാത്രമേ ദൈവേഷ്ടം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന തൻ്റെ ആഗ്രഹങ്ങളുണ്ട്, തൻ്റെ ജീവിതത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ചില വാഞ്ചകൾ. അതിലൊരു വാഞ്ച എന്ന് പറയുന്നത് 3 കാരണങ്ങൾ, 3 ആഗ്രഹങ്ങൾ പറയുന്നുണ്ട് ഫിലിപ്പിയർ 3:10. അവിടെ ഒന്നിങ്ങനെയാണ്: എനിക്ക് അവനെ അറിയണം, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം, എനിക്ക് അവനെ അറിയണം, പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം, കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം. 3 കാര്യങ്ങൾ പൗലോസ് അവിടെ പറയുന്നുണ്ട്. ഐ വാണ്ട് ടു നോ ഹിം, the power of his resurrection and the fellowship of his suffering. അപ്പം അതിലാദ്യം പൗലോസ് പറയുന്ന കാര്യം ഇതാണ്: എനിക്ക് അവനെ അറിയണം. എനിക്ക് ആരെ അറിയണം? പൗലോസ് പറയുകയാണ്, എനിക്ക് കർത്താവിനെ അറിയണം. ഇതാണ് എൻ്റെ ജീവിതത്തിന് മുമ്പിലുള്ള വാഞ്ച എന്ന് പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം നമുക്കറിയാമല്ലോ. പൗലോസ് ആദ്യമായിട്ട് തൻ്റെ ജീവിത പശ്ചാത്തലങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരധ്യായമാണ്. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരൻ, ഇസ്രയേൽ നിന്ന് ജനിച്ചവൻ, എബ്രായിൽ നിന്ന് ജനിച്ചവൻ, ഞാൻ ബെന്യാമീൻ ഗോത്രം, അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഞാൻ പരീശൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ 6-7 കാര്യങ്ങൾ പൗലോസ് ഇങ്ങനെ തൻ്റെ ജീവിതം എങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞു കൊണ്ട് വന്നിട്ട് എനിക്കിതെല്ലാം മറക്കണം, പിൻപിലുള്ളതെല്ലാം മറക്കണം. ഇനി അതിന് മുൻപിലുള്ള കാര്യമായിട്ട് പൗലോസ് പറയുന്നൊരു കാര്യമാണ്, എനിക്കിനി അവനെ അറിയണം. ആരെ? കർത്താവിനെ അറിയണം. കർത്താവിനെ കുറിച്ച് എനിക്കറിയണമെന്നല്ല പറയുന്നത്, പിന്നെന്താണ്? എനിക്ക് കർത്താവിനെ അറിയണമെന്ന പൗലോസ് പറയുന്നത്. ഈ ഒരു വാഞ്ച നമുക്കും ആവശ്യം. എൻ്റെ ജീവിതത്തിൽ എനിക്കിനി കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുക എന്നതല്ല, യേശുവിനെ അറിയണം, ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ അടുത്തറിയണം, അവൻ നല്ലവനെന്ന് രുചിച്ചറിയണം. അതാണ് ദൈവമായി പ്രഥമ സ്ഥാനം നൽകുക എന്നതിൻ്റെ ആശയം. അനുദിനവും കർത്താവിനോട് ചേർന്ന് നടക്കാനായിട്ട് കഴിയുക. ഇനി തിരുവചനത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ദൈവം എപ്പോഴും ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാമോ? യു ഗീവ് ദ പ്രയോറിറ്റി ടു മീ. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രഥമ സ്ഥാനം എനിക്ക് നൽകുക. ഇതാണ് കർത്താവ്, ദൈവം എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചില വാക്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകാം. പ്രഥമ സ്ഥാനം നൽകണമെന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. 1, സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. പ്രൊവേർബ്സ് ചാപ്റ്റർ 3 വേഴ്സ് 9. 3:9 ഇങ്ങനെ പറയുന്നു, നിൻ്റെ എല്ലാ ഫലങ്ങളും, നിൻ്റെ ആദ്യ ഫലം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക. ഏതെങ്കിലും ഒരു ഫലം കൊണ്ട് കൊടുക്കാനല്ല പറയുന്നത്, ആദ്യ ഫലം കൊണ്ട് എന്നെ മാനിക്കുക എന്ന് പറഞ്ഞിരിക്കുക. പിന്നീട് നാം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്? നിന്നെക്കുറിച്ച് ഒരു കുറവ് പറയാനുണ്ട്, നീ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. സകലത്തിനും മുൻപൻ ആകേണ്ടതിന്, ക്രിസ്തു സകലത്തിനും മുൻപനാകേണ്ടതിന്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഷുഡ് ബി ദ ഫസ്റ്റ് ഇൻ യുവർ ലൈഫ്. യേശു ക്രിസ്തു നിൻ്റെ ജീവിതത്തിന് 1-ാം സ്ഥാനം ഉണ്ടായിരിക്കണം. പിന്നെ നമുക്കറിയാവുന്ന മറ്റൊരു വാക്യം, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യം. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. മുന്നമേ സീക്ക് ye first the kingdom of God. ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അപ്പം നോക്കിക്കേ, തിരുവചനത്തിൽ ഇനിയും അനേക വാക്യങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയും. ആദ്യ ഫലം നൽകണം, ആദ്യ സ്നേഹമുണ്ടായിരിക്കണം, ആദ്യ സ്ഥാനമുണ്ടായിരിക്കണം, ആദ്യ ആഗ്രഹം, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും, ആദ്യം ദൈവരാജ്യവും ദൈവനീതിയും അന്വേഷിക്കണം. അപ്പോൾ ആദ്യം ദൈവത്തിന് നൽകണമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച്, ദൈവം എന്തുകൊണ്ട് എപ്പോഴും നമ്മളിൽ നിന്നും പ്രഥമ സ്ഥാനം ആഗ്രഹിക്കുന്നത്? ദൈവം എന്തുകൊണ്ട് ആദ്യം ദൈവത്തിന് നൽകണമെന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ നല്ലതൊന്നും അനുഭവിക്കരുത് എന്നതുകൊണ്ടാണോ? ഏറ്റവും നല്ലത് കൂടെ ദൈവത്തിനുണ്ട്. ഗീവ് ദ ബെസ്റ്റ് ആൻഡ് ദ ഫസ്റ്റ് ടു ഗോഡ്. ഏറ്റവും നല്ലതും ഏറ്റവും ആദ്യത്തേതും ദൈവത്തിന് കൊടുക്കണം. എന്തുകൊണ്ടാണ് ദൈവം അത് പറയുന്നത്? നമ്മൾ നല്ലതൊന്നും അനുഭവിക്കരുതെന്നൊരു സ്വാർത്ഥ മനോഭാവം വല്ലതുമാണോ? ഒരിക്കലും അല്ലല്ലോ. അങ്ങനെ ഒരിക്കലും ആവുകയുമില്ലല്ലോ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം
നന്മയൊക്കെ അനുഭവിക്കണം, ഏറ്റവും നല്ലതൊക്കെ അനുഭവിക്കണം. എന്നാൽ ദൈവത്തിന് നാം ഏറ്റവും പ്രഥമ സ്ഥാനം നൽകിയിട്ട് വേണം, അല്ലെങ്കിൽ ദൈവത്തിന് ഏറ്റവും നല്ലത് നൽകണം. അത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം, കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന് നല്ലത് കൊടുക്കുവാൻ കഴിയുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ മറ്റുള്ളവർക്കും നല്ലത് ചെയ്യുവാൻ, നല്ലത് കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ നമ്മുടെ സഹവിശ്വാസികളെ വിലമതിക്കുവാൻ കഴിയുകയുള്ളൂ. നാം കണ്ടിട്ടില്ല, എത്രയോ പ്രിയപ്പെട്ടവരാണ് സഭാവിശ്വാസികളെ, മറ്റുള്ളവരെ ഒന്നും യാതൊരു വിലയുമില്ല, അവരെയൊക്കെ വളരെ താണ നിലയിലാണ് കാണുന്നത്. ചില നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരനെ എന്നെ കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് കൂടത്തില്ല, അദ്ദേഹം എന്നോടിങ്ങനെ പറഞ്ഞു, ബ്രദറെ, ഞങ്ങളൊക്കെ ഈ സഭയിലെ ബത്ലഹീംകാരാന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം ഇങ്ങനെ തുടർന്ന് പറഞ്ഞു, ഞങ്ങളുടെ സനസഭയിലേക്ക് വരുമ്പോൾ അവിടെ ബത്ലഹീംകാരുണ്ട്, നസ്രേത്തുകാരുണ്ട്, അങ്ങനെ ശമര്യരുണ്ട്, അങ്ങനെ ഓരോരോ കണക്കുകളെ പറയും. എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞു വരുന്നതെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം, ഞാൻ പറഞ്ഞു എനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ ബത്ലഹേംകാരെന്ന് പറഞ്ഞാൽ ആദ്യം എന്ന് വെച്ചാൽ യേശു ക്രിസ്തു ജനിച്ച സ്ഥലം ബത്ലഹേമാണല്ലോ, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ സ്ഥലസഭ തുടങ്ങിയപ്പോൾ ഉള്ളവരാണ് ഈ ബത്ലഹേംകാർ. അടുത്തതാണ് നസ്രേത്തുകാർ, അത് കഴിഞ്ഞ് അടുത്ത ശമര്യർ, അങ്ങനെ ഓരോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സഭയിലുള്ള വിശ്വാസികളെ അങ്ങനെ ഒരു കാറ്റഗറി തിരിച്ചു വെച്ചിരിക്കുക. ഞങ്ങളൊക്കെ ശമര്യർ, ഞങ്ങളൊക്കെ ബത്ലഹേംകാരാണ്, അവരൊക്കെ നസ്രേത്തുകാരാണ്. നോക്കിക്കേ, വിഭാഗീയത ആ നിലയിൽ വരെ കൊണ്ടുപോകാൻ, എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കുറഞ്ഞു കാണുവാനുള്ളൊരു മനസ്സ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അതിന് കാരണം പറഞ്ഞിരിക്കുക, ദൈവത്തിന് പ്രഥമ സ്ഥാനം അല്ലെങ്കിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകാതിരിക്കുമ്പോൾ, ദൈവത്തിന് മികച്ചത് നൽകാൻ കഴിയാതിരിക്കുമ്പോൾ മറ്റുള്ളവർക്കും മികച്ചത് കൊടുക്കാൻ കഴിയത്തില്ല. മറിച്ച് ദൈവത്തിന് പ്രഥമ സ്ഥാനം, ദൈവത്തിന് മികച്ചത് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവരുടെ സഹോദരി സഹോദരന്മാരെ വിലമതിക്കുവാനായിട്ട് അവർക്ക് കഴിയും. പണ്ടൊക്കെ, ഇപ്പോഴങ്ങനെ ഇല്ല, പക്ഷെ കുറേ നാളുകൾക്കൊക്കെ മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട്, നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോകുമ്പോൾ മിഷൻ പ്രവർത്തനത്തിനായിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള ദൈവദാസന്മാരോട് ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ പോകുമ്പോൾ പൊതുവേ ഒരു ട്രെൻഡ് ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ പഴയ വസ്ത്രങ്ങളൊക്കെ കൊടുത്തയക്കുന്ന ഒരു രീതി, ഇല്ലായ്മയുടെ നാളുകളിലൊക്കെ. എന്നാൽ ഉള്ളവരും അങ്ങനെ തന്നെ ചെയ്യാറുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടോ? കീറിയതൊക്കെ ഒന്നും ഉപയോഗിക്കാൻ കൊള്ളുകയല്ലെന്ന് കണ്ടു കഴിയുമ്പോൾ അതൊക്കെ തുന്നിയൊക്കെ എടുത്ത് കൊടുത്തു വിടും. വേണമെങ്കിൽ ഒരു 100 അതിലധികം അല്ലെങ്കിൽ അവിടെയുള്ള വസ്ത്രമില്ല കുറവുള്ള എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുവാൻ തക്ക സാമ്പത്തികമുള്ളവരായിരിക്കാം, വാങ്ങിക്കൊടുക്കാൻ അതിനുള്ള സാമ്പത്തിക ശേഷിതയും നൽകിയിട്ടുള്ളവരായിരിക്കും. എങ്കിലും കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? ഏറ്റവും മോശപ്പെട്ടത്. അതെന്താ കാണിക്കുന്നത്? അവിടെയുള്ളവർ വിശ്വാസികളാണ്, പക്ഷേ അവർക്ക് ഈ കീറിയതൊക്കെ മതി എന്നൊരു മനോഭാവമാണ്. ഈ പഴംതുണിയൊക്കെ കൊടുത്താൽ മതി, അങ്ങനെ ഒരു മനോഭാവമാണ്. എന്ന് വെച്ചാൽ നല്ല വസ്ത്രം ഇരിക്കുന്നത് കൊടുത്തത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ എനിക്ക് ഒരു ഉപയോഗമില്ലെന്ന് കാണുമ്പോൾ കൊടുക്കാനുള്ളൊരു ചിന്താഗതി, അതൊട്ടും ശരിയായതല്ലെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. അത് ചെയ്യുന്നതിൻ്റെ ചിന്ത എന്താണെന്നറിയാമോ? ദൈവത്തോട് അങ്ങനെയാണ് ഇടപെടുന്നത്, ദൈവത്തിന് അങ്ങനെയാണ് ചെയ്യുന്നത്, ദൈവത്തോട് എൻ്റെ പെരുമാറ്റവും രീതികളുമൊക്കെ അങ്ങനെയാണ്. ഏറ്റവും ഒടുവിൽ എന്നും കൊള്ളുകയില്ലെങ്കിൽ ഓക്കെ, ഇന്ന് ഒരു പ്രോഗ്രാമും ഇല്ലെങ്കിൽ എന്നാൽ ഇന്ന് യോഗത്തിന് പോയേക്കാം, അങ്ങനെ ഒരു ചിന്ത. അതാണ് ദൈവം നമ്മിൽ നിന്നും ഒന്നാം സ്ഥാനം ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം. ഏറ്റവും മികച്ചത് നാം ദൈവത്തിന് നൽകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിന് ഇതെല്ലാം അനുഭവിക്കണം എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് നാം അങ്ങനെ ചെയ്യുവാൻ മനസ്സുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരോടും ഈ കൃപ, ഈ കാര്യം, ഈ നിലയിൽ ഇടപെടുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒന്ന് ചിന്തിച്ചേ, ദൈവത്തെ ഉണ്മയായി സ്നേഹിക്കുന്ന ഒരു സഹോദരനോ സഹോദരിയോ അവർ സനസഭയിലുള്ള മറ്റു വിശ്വാസികളെയും ഉണ്മയായി സ്നേഹിക്കാൻ കഴിയും. ദൈവത്തോട് ദൈവത്തിങ്കൽ നിന്നും ക്ഷമ ലഭിക്കുന്ന ഒരുവന് മാത്രമേ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പാകെ താഴ്മയുള്ളവന് മാത്രമേ മറ്റുള്ളവരോടും താഴ്മയോടുകൂടി ഇടപെടുവാൻ കഴിയുകയുള്ളൂ. നേരെ തിരിച്ചാണെങ്കിൽ ഓർത്താൽ മതി, ഒരാൾ വളരെ അഹങ്കാരത്തോടുകൂടെ പോകുന്നെങ്കിൽ അദ്ദേഹത്തിന് ദൈവത്തോടുള്ള മനോഭാവവും അങ്ങനെ തന്നെയായിരിക്കും. ഒരാൾക്ക് സഭയിലുള്ള വിശ്വാസികളോടൊന്നും സ്നേഹമില്ല എങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? കർത്താവിനോട് സ്നേഹമില്ല എന്നതുകൊണ്ടാണ്.
ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതം എങ്ങനെയാണ്, കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം എങ്ങനെയാണ് എന്ന് പരിശോധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ദൈവേഷ്ടം ചെയ്യുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അത് മനസ്സിലായി എന്ന് ചിന്തിക്കുകയാണ്. ഇനി മുമ്പോട്ട് വരാം. രണ്ടാമതായി, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ ഒന്നാമത് നമുക്ക് വേണ്ടത് ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുവാൻ നമുക്ക് കഴിയുക എന്നതാണ്. 2, ദൈവേഷ്ടം ചെയ്യണമെങ്കിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന അടുത്ത പാഠമെന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം, മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിന് 39-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന് 39-ാമത്തെ വാക്യം. അവിടെ നമ്മിങ്ങനെ വായിക്കുന്നു: പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ കർത്താവ് പ്രാർത്ഥനയിൽ പറയുന്നൊരു കാര്യമാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ. ഇതിൻ്റെ ആശയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, എങ്കിലും അവിടെ കർത്താവ് അത് കഴിഞ്ഞു പറയുന്നത് ഇങ്ങനെയാണ്: എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ. നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ. എൻ്റെ ഇഷ്ടം പോലെയല്ല, അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ. ഇതാണ് നമുക്കും ആവശ്യമായിരിക്കുന്നത്. എന്ന് വെച്ചാൽ കർത്താവിന് സമർപ്പിച്ചു കൊടുക്കുവാനുള്ള ഒരു മനസ്സ്, യഥാർത്ഥ താഴ്മ. എന്ന് വെച്ചാൽ ദൈവമേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം, നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു യഥാർത്ഥ താഴ്മ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു ദൈവ പൈതലിന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ, ദൈവമേ, എൻ്റെ ഇഷ്ടമല്ല കേട്ടോ, അങ്ങയുടെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന്. ഇനി എന്താണ് യഥാർത്ഥ താഴ്മ? അപ്പോൾ യഥാർത്ഥ താഴ്മയുള്ള ഒരാൾക്ക് മാത്രമേ ദൈവേഷ്ടം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അഹങ്കാരത്തോടുകൂടെ പോകുന്ന ഒരാൾക്ക് ഒരിക്കലും ദൈവേഷ്ടം ചെയ്യാൻ കഴിയുകയില്ല. ചില ആളുകളൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ചും ചിന്തിച്ചു നോക്കിയിരിപ്പുണ്ടെന്നറിയാമോ? അവർ പറയും, ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധമാണ്, വിശ്വാസികളൊന്നും മറ്റുള്ളവരൊന്നും അതിലൊന്നും ഇടപെടണ്ട, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ മിണ്ടിയില്ലെങ്കിലും നിങ്ങളോട് ഞാൻ പിണങ്ങി മുന്നോട്ട് പോയാലും ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിന് കുഴപ്പമൊന്നുമില്ലെന്ന് ആർക്കും പറയാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആരുമുണ്ട്. വലിയ വിഷയങ്ങൾ, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വന്ന് ഞായറാഴ്ച വന്ന് കത്രിമേശ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പരിഭവവും ഒരു പ്രയാസവും ഇല്ലാത്ത വിശ്വാസികൾ വരെയൊക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും ആകാൻ കഴിയുകയില്ലെന്ന് വചനം ചൂണ്ടിക്കാണിക്കുക. യഥാർത്ഥമായും താഴ്മയുള്ള ഒരാൾക്ക് മാത്രമേ, കുറവ് ഉണ്ടാവില്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, കുറവുകളൊക്കെ വന്നേക്കാം, അറിയാതെ വാക്കുപിഴയൊക്കെ സംഭവിച്ചു എന്ന് വന്നേക്കാം, ഒരു പക്ഷെങ്കിൽ ഇടപാടിലൊക്കെ ഒരല്പം പ്രയാസം സംഭവിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ച് കടന്നു വന്ന് സഹോദരന്മാരുമായി നിരപ്പ് പ്രാപിക്കുവാൻ കഴിയുന്നത് ആർക്കാണ്? താഴ്മയുള്ളവർക്കാണ്. അപ്പോൾ ദൈവേഷ്ടം ചെയ്യുവാൻ കഴിയുന്നത് താഴ്മയുള്ളവർക്കാണ്. ഇനി എന്താ യഥാർത്ഥ താഴ്മ? അതൊരു വലിയ വിഷയമാണ്. എന്താ യഥാർത്ഥ താഴ്മ? ചിലരൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്തെന്നറിയാമോ? അധിക ശബ്ദമൊന്നും ഉയർത്തി സംസാരിക്കാതിരിക്കുന്നവരാണ് യഥാർത്ഥ താഴ്മയെന്ന. അധികം വലിയ സംസാരമൊന്നുമില്ല, വലിയ മിണ്ടാട്ടമൊന്നുമില്ല, ഇദ്ദേഹം വളരെ താഴ്മയുള്ള ആളാണ്. ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, സഭയുടെ കമ്മിറ്റി മീറ്റിങ്ങോ അല്ലെങ്കിൽ യോഗമൊക്കെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനൊക്കെ സഹോദരന്മാർ കൂടുന്ന സമയത്ത് ചില ദൈവദാസന്മാരും അല്ലെങ്കിൽ സഭയിലെ ചില പ്രിയപ്പെട്ടവരൊന്നും വാ തുറന്ന ഒരക്ഷരം പോലും മിണ്ടുകയില്ല. ഈ സഹോദരന്മാർ കൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വളരെ ദൈവഹിതപ്രകാരമല്ലെന്ന് ബോധ്യമുള്ളപ്പോൾ പോലും ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുന്ന ദൈവദാസന്മാരും സഹോദരന്മാരും ഒക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ചിലർക്ക് അദ്ദേഹത്തെ നോക്കിയിട്ട് പറയും, ഈ സഹോദരൻ എന്തൊരു താഴ്മയുള്ള ഒരാളാ, ഒന്നും മിണ്ടുന്നില്ലല്ലോ, ഒരു പരാതിയും പറയുന്നില്ല എന്ന്. അത് താഴ്മയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒന്നിനും ഇടപെടാതെ ഒന്നും മിണ്ടാതിരുന്നാൽ അദ്ദേഹം വളരെ താഴ്മയുള്ള ഒരാളാണ്. അങ്ങനെയല്ല. ഞാൻ ചേർത്തിങ്ങനെ പറയട്ടെ, കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ, സഭാജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം വെളിപ്പെടുത്തി നൽകിയിട്ട് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ അറിഞ്ഞിട്ടും മിണ്ടാതിരുന്ന് മുന്നോട്ട് പോകുന്നയാളെ താഴ്മയുള്ളവരെന്ന് വിളിക്കാൻ കഴിയത്തില്ല, മറിച്ച് കപടഭക്തിക്കാരെന്ന് വിളിക്കേണ്ടി വരും. പഴയ നിയമത്തിൽ ശൗലിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ശൗലിനെ ശമൂവേൽ അഭിഷേകം ചെയ്തു. പിന്നീട് പൊതുവിൽ ദൈവം രാജാവായി ആക്കിയിരിക്കുന്ന വ്യക്തി ആര് എന്ന് ഒരു തിരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ അതിനായിട്ട് ജനം കൂടി വന്നിരിക്കുന്ന സമയത്ത് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്ന ആളാണ് ഈ ശൗൽ എന്ന് പറയുന്നത്.
എന്നാൽ ആളുകളൊക്കെ അന്വേഷിക്കുക ആരാ ദൈവം രാജാവാക്കി ഇരിക്കുന്നയാൾ. അപ്പം നാം ഷൗലിനെ കുറിച്ച് വായിക്കുന്നൊരു കാര്യമുണ്ട്. ഷൗൽ എന്താ ചെയ്യുന്നത്? സാമാനങ്ങളുടെ ഇടയിൽ ഷൗൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്കിങ്ങനെ ചിന്തിച്ച്, അയ്യോ ഷൗലിനെ നോക്കിക്കുക, എന്തോ ഒരു ഭക്തനാ, എന്തോ ഒരു താഴ്മയാ, അവൻ്റെ അത്രയും പൊക്കമുള്ള ആളുകളൊന്നും അവിടെ ഇല്ലായിരുന്നു. പക്ഷേ അവനവിടെ ഒളിച്ചു മാറിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സഭായോഗത്തിന് വന്നാൽ ഏറ്റവും പുറകെ പോയിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് സഭായോഗത്തിന് പുറകെ വന്നിരിക്കുന്നവരൊക്കെ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മുന്നിലൊക്കെ സീറ്റ് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും പുറകെ പോയി ഇരിക്കുകയുള്ളൂ. ഒന്നിനും ഇടപെടുകയില്ല. പ്രിയരെ, ദൈവം നൽകിയിരിക്കുന്ന കൃപാവരങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളപ്പോഴും എന്നെ സനസഭയിലാക്കി വെച്ചിരിക്കുന്നതിന് ബോധ്യമുള്ളപ്പോഴും ഞാൻ യോഗത്തിന് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ വന്നത് എന്തിനാണെന്ന് നല്ല ബോധ്യമുള്ളപ്പോഴും ഇതൊന്നിനും എനിക്ക് ഇടപെടേണ്ടല്ല, ഞാൻ ഏറ്റവും പുറകെ പോയി മിണ്ടാതിരുന്നിട്ട് പോന്നോളാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അത് താഴ്മയാണെന്ന് കണക്കാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ചിലർ പറയും, ഈ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്. അപ്പം ഭർത്താവ് അദ്ദേഹം ഒരു ശുദ്ധനാ, അദ്ദേഹം വാ തുറന്ന് ഒരു അക്ഷരം പോലും മിണ്ടാത്ത ഒരാളാണെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും അദ്ദേഹത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ പ്രശ്നം കൂടാ. എന്താണെന്നറിയാമോ? വാ തുറന്ന് പറയേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഗൃഹനാഥനാണ് എന്ന നിലയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ വളരെ വിനയം നടിച്ച് ഒരു വാക്കും മിണ്ടാതെ ജീവിതം ഒരു കെട്ടഴിഞ്ഞ ജീവിതം, കുത്തഴിഞ്ഞ ജീവിതം, ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വളരെ താഴ്മയുള്ള ആളാണ് എന്നത് പറയുന്നതിൻ്റെ കാരണം എന്താ? ഒന്നും മിണ്ടുകയില്ല, ഒരഭിപ്രായം പറയാതെ അങ്ങനെ പോകുന്ന ഒരാൾ, അത് താഴ്മയല്ല. പിന്നെ എന്താണ് യഥാർത്ഥ താഴ്മ? അത് പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് തുടരാമല്ലോ. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ, ഈ ഭാഗമൊക്കെ നമുക്ക് വളരെ പരിചിതമാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിന് 3 മുതലുള്ള വാക്യങ്ങൾ. 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നുണ്ടല്ലോ, ക്രിസ്തുയേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ആ ഭാവം എന്ന് പറയുന്നത്? നമുക്കറിയാം, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മനോഭാവം എന്തായിരുന്നു? അവിടെ തന്നെ പറഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയ താഴ്മയുടെ ഭാവം, താഴ്മയുടെ മനോഭാവം അത് നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിൻ്റെ ഉദാഹരണം താഴോട്ട് പറഞ്ഞു കാണിക്കുക. 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുക ആ താഴ്മയുടെ ഒരു പ്രത്യേകത എന്താണ്? ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. അപ്പോൾ താഴ്മയുള്ള ഒരാളിൽ എന്തുണ്ടായിരിക്കും? ഇവിടെ സൂചന നൽകിയിരിക്കുക, മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണും, അല്ലെങ്കിൽ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്നെണ്ണുവാൻ കഴിയും. കർത്താവ് നമ്മെ വിലമതിച്ചത് കൊണ്ടാണല്ലോ ഈ ഭൂവിലേക്ക് ഇറങ്ങി വന്ന് സ്വർഗത്തിലെ കർത്താവ് തന്നെ നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചു തന്നെ താൻ താഴ്ത്തിയത്. അപ്പോൾ ഇവിടെ ആ മാതൃക കാണിച്ചു തന്നിട്ട് പറയുകയാണ്, അപ്പോൾ താഴ്മയുള്ളവർക്ക് എന്തുണ്ടായിരിക്കും? മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ അവർക്ക് കഴിയും. പ്രിയരെ, ഇതാണ് താഴ്മയുടെ 1-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ്? മറ്റുള്ളവർക്ക് വില കൽപ്പിക്കുവാൻ കഴിയുക. മറ്റുള്ളവരെ പുച്ഛിക്കുന്നവർ താഴ്മയുള്ളവരല്ല. ദൈവം നമ്മെ ഏൽപ്പിച്ചു കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നത് താഴ്മയുടെ ലക്ഷണമല്ല. നമ്മുടെ സനസഭയിലുള്ള സഹോദരന്മാരെ വിലമതിക്കുവാനുള്ള, അവരെ ശ്രേഷ്ഠന്മാരെന്ന് കാണുവാനുള്ളൊരു മനസ്സ്, ഒരു മനോഭാവമുള്ളവർ അങ്ങനെയുള്ളവരാണോ? അങ്ങനെയുള്ളവരാണെങ്കിൽ എന്താണ്? താഴ്മയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ദൈവേഷ്ടം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. 2 താഴ്മയുടെ മറ്റൊരു ലക്ഷണം കൂടെ ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ ഒന്ന് കടന്നു വരാം. ഈ റോമാലേഖനം 12-ാം അധ്യായം അതിന് 2-ാമത്തെ വാക്യം, റോമർ 12-ന്റെ 3-ാമത്തെ വാക്യം വായിക്കാം. 3-ാമത്തെ വാക്യം: ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നു. ഇവിടെ പറയുന്നത് എന്താ? ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താ?
ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. അപ്പോൾ അങ്ങനെ ഉയരുന്ന ആളുകളുണ്ട്. അവരെന്താണ്? അത് താഴ്മയുടെ ലക്ഷണമല്ല. ഇതിൻ്റെ ആശയമെന്ന് പറയുന്നത് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനം നമുക്കറിയാം. അത് മറന്ന് അതിനപ്പുറമായിട്ട് ഇടപെടുന്ന രീതി എന്ന് വെച്ചാൽ ആ സനസഭയോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമുണ്ട്. ഇതിനപ്പുറം ചെയ്യുവാനുള്ളൊരു രീതി. സനസഭയിൽ ദൈവം നമ്മെ ഒരു വിശ്വാസി എന്ന നിലയിൽ ദൈവം നമ്മെ ശുശ്രൂഷകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മെ ഏൽപ്പിക്കാത്തതിലും പോയി തലയിടുവാനുള്ള രീതി, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാം. ചില കുടുംബങ്ങൾ എങ്ങനെയാണെന്നറിയാമോ? അപ്പനും അമ്മയും ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ആരാ കൺട്രോൾ മുഴുവൻ? മകനാ. ഞാൻ പറയുന്നത് പ്രായമായ ആ ഒരു നിലയിലൊന്നും അല്ല കേട്ടോ. 10 വയസ്സുള്ള മകനോ മകളോ ആയിരിക്കും ഇന്ന് വൈകിട്ട് എന്ത് ആഹാരം ഉണ്ടാക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അവർക്കിഷ്ടം, അവരുടെ ഇഷ്ടം അനുസരിച്ചായിരിക്കും മുഴുവൻ കൺട്രോൾ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എന്താണ്? അയ്യോ മോൻ ഇതാ ഇഷ്ടം, അതുകൊണ്ട് ഇതാ ഉണ്ടാക്കുന്നത്. സ്നേഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്, അതിൽ തെറ്റില്ല. പക്ഷേ ഇതേ കഴിക്കൂ എന്ന് നിർബന്ധം. എന്ന് ഞാൻ പറഞ്ഞു വരുന്ന ആശയം, അവിടുത്തെ ഗ്രഹനാഥനായിട്ട് ഇടപെടുന്നത് ഒരുപക്ഷെ മകനായിരിക്കും, മകളായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഭാര്യ ആയിരിക്കും ആ വീടിൻ്റെ ഗ്രഹനാഥനായിട്ടിരിക്കുന്നത്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു. ദൈവം നൽകിയിരിക്കുന്നൊരു സ്ഥാനമുണ്ട്. ഈ സ്ഥാനത്തിന് മുകളിലേക്ക് പോകുന്നത് അത് താഴ്മ വിട്ടുപോകലാണ്. ഇനി അതിന് താഴേക്ക് പോകുന്നത് മുമ്പ് ചിന്തിച്ചതുപോലെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്തിന് താഴേക്ക് പോകുന്നത് പോലെ. ചില ഭർത്താക്കന്മാർ പറയൂ, ഞാൻ ഒന്നിനും എല്ലാം ഭാര്യയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്, എനിക്കൊന്നും ഇടപെടാൻ ഒരു ഉത്തരവാദിത്വം എടുക്കാൻ താല്പര്യമില്ല. സനസഭയിലെ ചില മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ അവർ പറയും, അയ്യോ അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ഞാൻ എല്ലാം കണ്ണടച്ച് കളയുകയാണ്. അത് താഴ്മയല്ല, അത് താഴ്മയുടെ ലക്ഷണവും അല്ല. ഇഷ്ടം പോലെയൊക്കെ ആയിക്കൊള്ളട്ടെ. ചില നാളുകൾക്ക് മുമ്പ് ഒരു സനസഭയിലൊരു എൽഡർ എന്നോട് പറഞ്ഞൊരു വാചകം എങ്ങനെയാണ്, നമ്മുടെ സഭ എന്ന് പറയുന്നത് ഒരു പളുങ്കുപാത്രം പോലെയാണ്. ഒരു താഴെ വീണ് അന്നേരം പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ ഒന്നും കണ്ടതായിട്ട് നടിക്കാറില്ല. അങ്ങനെ നടിക്കാൻ പോയാൽ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് എങ്ങനെയും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ കേൾക്കുമ്പോൾ വളരെ എത്രയോ നല്ല മനസ്സാണ്. പക്ഷേ ആ മനസ്സിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണ് എന്ന് ചിന്തിക്കേണ്ടത് എത്രയോ പ്രാധാന്യമുള്ളതാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ പറയാൻ പറയാതിരിക്കുക, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഇത് താഴ്മയാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുതേ. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ യഥാർത്ഥ താഴ്മ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുകയാണ്. 2, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതിരിക്കുകയും താഴാതിരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. എന്ന് വെച്ചാൽ ദൈവം ഏത് നിലയിലാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ശുശ്രൂഷകൾ ചെയ്ത് മുന്നോട്ട് പോവുക. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തെന്നറിഞ്ഞ് ചെയ്യുവാനായിട്ട് സാധിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ദൈവേഷ്ടം ചെയ്യുവാൻ ആർക്ക് കഴിയും? 1, ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുന്നവർക്കാണ് അത് കഴിയുന്നത്. 2, ദൈവത്തിന് മുമ്പാകെ താഴ്മയുള്ളവരായി ജീവിക്കുന്നവർക്ക്. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച ബാക്കി ഭാഗം ചിന്തിക്കാം. ഇന്ന് വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നാം ഇത്രയും സമയമായിരിക്കുകയായിരുന്നല്ലോ. ദൈവം നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഭൂവിൽ നമുക്ക് വളരെ പോരാട്ടങ്ങളുണ്ട്. നാം ഇതൊന്നും നടക്കുകയില്ല, ഈ പറയുന്നത് പോലെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് പിശാച് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കും. ഈ ബ്രദർ പറയുന്ന പോലൊന്നും ചെയ്യാനൊന്നും പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് തട്ടിയും മുട്ടിയും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി എന്നതാണ് പിശാച് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയരെ, അത് പിശാചിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ ഓർത്തുകൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇത് അസാധ്യമായിരിക്കുന്ന കാര്യങ്ങളല്ല. ഇതിനൊരു പരിശ്രമം ആവശ്യമാണ്. ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. നാം ആഗ്രഹിക്കാത്ത നിലയിൽ, അറിയാത്ത നിലയിൽ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ ദൈവം നമ്മെ ഏൽപ്പിച്ചത്, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഇതാണെന്ന് ബോധ്യത്തോടുകൂടെ നമ്മുടെ ചുവടുകൾ മുമ്പോട്ട് വയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞതുപോലെ എന്താ പറഞ്ഞത്? 4-ാം അധ്യായത്തിൽ നമ്മിങ്ങനെ വായിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ചെയ്യേണ്ടത് ചെയ്യുക, നീ ചെയ്യുന്നില്ലെങ്കിൽ ഇസ്രായേലിന് സംരക്ഷണം മറ്റൊരിടത്തു നിന്ന് വരും. എന്നാൽ നാം ചെയ്യേണ്ടത് നാം തന്നെ ചെയ്യണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നാം പ്രവർത്തിക്കണം, നാം ചെയ്യണം, നാം നിവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അത് ചെയ്യുവാനുള്ളൊരു സമർപ്പണം ഉണ്ടാകുവാൻ
ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളോടും നമ്മോടും തുടർന്നും ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ എന്ന് ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.